അപ്പം നിങ്ങളിൽ 3 ആളിൽ ആരെന്നെ നോക്കും? അതറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ 3 ആളെ ഞാൻ വിളിച്ചത്. വെറുതെ നോക്കണ്ട. അഞ്ചപ്പാലത്തിൻ്റെ സ്ഥലം കൊടുത്ത് 85 ലക്ഷം രൂപ ഉണ്ടായി. അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കടമുണ്ടായിരുന്നു. ആ ബാധ്യത തീർത്തിട്ട് ബാക്കി ഒരു 60 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. എന്നെ ആര് നോക്കുന്നോ അവർക്ക് ഞാൻ ആ 60 ലക്ഷം രൂപ. നിങ്ങൾ 3 പേരും കൂടി തീരുമാനിച്ചു ആരെന്നെ നോക്കും. അച്ഛനിപ്പം അങ്ങോട്ട് കൊണ്ടുപോണ്ട, ശരിയാവില്ല. അത് അച്ഛനെ കൊണ്ടുപോയി. അച്ഛനറിയാല സൗമ്യ 3 മാസം ഗർഭിണിയാണ്. അവൾക്ക് റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ 60 ലക്ഷം രൂപ എനിക്ക് ബിസിനസ്സിലേക്ക് ഇറക്കായിരുന്നു. പക്ഷെ അച്ഛനെയും അവളെയും കൂടി നോക്കാൻ ഇടക്ക് നടക്കില്ല. അച്ഛൻ പറഞ്ഞതെല്ലാം കേട്ടാ നീ? ഞാൻ കേട്ട്. ഞാൻ അവിടെ അവർ പറയണത് കേട്ട്. അവർ രണ്ടുപേരും അച്ഛനെ നോക്കൂല എന്നാണ് പറയണത്. അപ്പൊ ചേട്ടൻ നോക്കൂല എന്ന് പറയണ്ട, നമ്മൾക്ക് അച്ഛനെ നോക്കാം. അച്ഛനെ എണീറ്റ് നടക്കണ മനുഷ്യനല്ലേ. പിന്നെ 60 ലക്ഷം രൂപയുണ്ട്. നമ്മൾ എന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത്? ഇനി അച്ഛനും വിളിച്ചിട്ട് ഒരച്ഛണ്ണം ഈ പടി ചവിട്ടി പോകും. ഇത് എന്നെ നോക്കാന്ന് പറഞ്ഞ എന്റെ മനോജിന്റെ വീടാണ്. മനസ്സിലായില്ലേ? നീയും കൂടി കേൾക്കാനാ പറയുന്നത്. നീയും കൂടി കേൾക്കാൻ നിക്കണ്ട, പൊയ്ക്കോ. കിളവാ ബാത്റൂമിൽ ഫ്ലഷ് അടിക്കാൻ എന്തേ? ഞാൻ മറന്നുപോയി. മറന്നുപോയ 3 നേരം തിന്നാൻ മറവിണ്ട. ഒരു മറവി. ഇവിടെ ജോലിക്കാരൊന്നുമില്ല നോക്കാനായിട്ട്. ഞാൻ മറന്നുപോയതല്ലേ മോളെ. മറക്കണെന്തിനി? ബാത്റൂമിൽ പോയാൽ മറക്കണെന്തിനി? ഇവിടെ നിൽക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ശ്രദ്ധിച്ച് ജീവിച്ച അച്ഛന് കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം. ഞാൻ എവിടേക്കിറങ്ങാൻ? എവിടേക്കെങ്കിലും കൊള്ളാം. എന്നെ കൊണ്ട് പറ്റൂല നോക്കാൻ. നല്ല നടപ്പിൽ ഓടി നടക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ തീട്ടോ മൂത്രമൊന്നും കോരാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ വെറുതെ അല്ല ഇവിടെ നിൽക്കണത്. ചക്കാത്തിനല്ല, 60 ലക്ഷം രൂപ എണ്ണി കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ. അന്ന് 60 ലക്ഷം കൊടുത്തെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് നല്ലോണം നോക്കിയിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. 60 ലക്ഷത്തിന്റെ കണക്കൂടെ പറയുകയും വേണ്ട. 60 ലക്ഷം രൂപയുടെ കണക്കൊക്കെ കഴിഞ്ഞ് ഇനി എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. എവിടേക്കാണെന്ന് വെച്ച് ഇറങ്ങി പോയിക്കോ. എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. ഇവള് പറയണേ എന്നോട് ഇവിടെ നിന്ന് പോയിക്കോളാൻ, എന്നോട് ഇവിടെ നിൽക്കണ്ടാണ്, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിക്കോളാൻ. മോനിക്ക് 60 ലക്ഷം രൂപ തന്നിട്ടില്ലേ ഞാനിവിടെ നിൽക്കണം? ഞാൻ ഈ വയ്യാതിരിക്കണം. ഞാൻ എങ്ങോട്ട് പോകാനാണ്? അച്ഛാ, അവള് പറയണേലും കാര്യമുണ്ട്. 60 ലക്ഷത്തിന്റെ കാര്യം അച്ഛൻ ഇനി പറയണ്ട, അതൊക്കെ തീർന്നു പോയി. പിന്നെ അച്ഛൻ ബാത്റൂമിൽ വേണ്ടി കാലിന്റെ ഓപ്പറേഷന് 35,000 രൂപയാണ് ഞാൻ ആൾക്കാരെ മേടിച്ച് അച്ഛന് വേണ്ടി ചെലവ് ചെയ്തത്. അവള് പറയണേലും കാര്യമുണ്ട്. 2 മക്കള് വേറെയില്ലേ? അവരോട് എന്ന് ചോദിക്കി, അവരടുത്ത് നോക്കാൻ പറയും. എനിക്ക് നോക്കാൻ പറ്റില്ല അച്ഛനാ. നന്ദിയില്ലാത്ത നായ, എന്റെ പൈസ തീർന്നു കഴിഞ്ഞപ്പോ നിനക്ക് എന്നെ നോക്കാൻ പറ്റൂടല്ലോ. അച്ഛനൊന്നും വിജയിക്കില്ല. അച്ഛനാ എന്താ അച്ഛാ? മോനെ, മനോജ് അവിടെ നിന്ന് പുറത്താക്കി. ഞാൻ കൊടുത്ത പൈസ കഴിഞ്ഞപ്പോ അവനിപ്പോ ഞാനൊരു ഭാരമായി. അവനെന്നെ ഉപദ്രവിച്ച് അവന്റെ വൈഫ് തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മോനെ, അച്ഛൻ മോൻ്റെ കൂടെ നിന്നോട്ടെ. അച്ഛാ നിൽക്കണതിന് കുഴപ്പമൊന്നും കേട്ടില്ല. മോൾക്ക് ഇപ്പോൾ 1.5 വയസ്സായിട്ടുള്ളൂ. വൈഫ് എന്നെ നോക്കണം, എൻ്റെ കൊച്ചിനെ നോക്കണം. എല്ലാം കൂടി നടക്കൂല. അച്ഛൻ്റെ കാശ് 60 ലക്ഷം രൂപ ചേട്ടനല്ലേ മേടിച്ചത്. എന്തായാലും അവിടെ കൂടെ നിർത്തിയില്ലേ? ഞാൻ അന്നേ പറഞ്ഞില്ലേ കാശ് കൊടുക്കാൻ പാടില്ലെന്ന്. അച്ഛനെ കേട്ടില്ല. അച്ഛൻ വേറെ ഒന്നുമില്ല പണി നോക്ക്. എനിക്ക് പറ്റൊന്നുമില്ല നോക്കാൻ. അച്ഛൻ വരണേ ചേട്ടാ, അച്ഛൻ വരണേ. വാച്ചാ ദിന്തുറ്റച്ഛനെ കാലുമേക്കാകെ നീരാണല്ല. ബാത്റൂമിലൊന്ന് വീടാണ് മോളെ. എന്നിട്ട് ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ അച്ഛൻ. വിളിച്ചില്ല. അച്ഛൻ എന്ത് കോലോണി കാണുന്ന? എന്താണിത്? എന്നിട്ട് എന്താ സംഭവിച്ചതിപ്പോ? മനോജും ഭാര്യ എന്നെ തല്ലി പുറത്താക്കി മക്കളെ. അവൻ എന്നെ കൊരക്കിന് കയറി പിടിച്ചു. അപ്പൊ അച്ഛൻ അവന് കൊടുത്ത 60 ലക്ഷം അത് ആർഭാട ജീവിതോട് പോലെ
അവനേക്കാൾ ഉപരി അവന്റെ ഭാര്യ കാറ് മേടിക്കണം, ടൂറ് പോണ്, ഡ്രസ്സുകൾ എടുക്കണം. അങ്ങനെ ഈ കാലിന് പറ്റിയിട്ട് 35,000 രൂപ ഹോസ്പിറ്റലിൽ ചെലവാക്കിയ കണക്ക് എന്തും കൂടി പറഞ്ഞു. എന്റെ നിങ്ങളെ എവിടെയെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്ക്, ഒരു അഗതി മന്ദിരത്തിൽ കൊണ്ടുവന്നാക്ക്. അതിന്റെ കാര്യമില്ല അച്ഛാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അച്ഛനൊരു അഗതി മന്ദിരത്തിലാക്കൂല. എന്റെ മക്കളിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയ എന്റെ മോനാണ് നീ. ഞാനന്ന് നിന്നെ അവിടെ നാട്ടിയിറക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞില്ലേ അച്ഛൻ എന്നെ നോക്കിയിട്ടില്ലെന്ന്. ആ 2 മക്കൾക്കും അച്ഛൻ വാരിക്കോരി കൊടുത്തെന്ന്. എനിക്കൊന്നും തന്നില്ല, അതിൽ കുഴപ്പമില്ല അച്ഛാ. അതുകൊണ്ട് എന്തായി, ഞാൻ ഒറ്റക്ക് പണിയെടുത്ത് ഈ പറമ്പും ഈ ചെറിയ വീടും ഞാൻ വാങ്ങി. ഞാൻ സുരേഷിന്റെ വീട്ടിലും അവനും പറഞ്ഞ് ചേട്ടനല്ല 60 ലക്ഷം രൂപ കൊടുത്ത് ചേട്ടൻ നോക്കും, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോലും പറഞ്ഞു. സുരേഷ് വല്ലാണ്ട് എന്നെ ആര് നോക്കും എന്ന് ചോദിച്ചപ്പോ നീയും ഭാര്യയും കൂടെ അപ്പുറം പോയി സംസാരിച്ചു. തിരിച്ചു വന്നിട്ട് നീ പറഞ്ഞത് അച്ഛനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അച്ഛാ അതങ്ങനെയല്ല. അന്ന് അവിടെ നടന്നത് എന്താണെന്ന് അച്ഛനെ അറിയോ? നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മ എങ്ങനെ അച്ഛനവിടെ കൊണ്ടുപോകും? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മ തന്നെ ആ വീട്ടില് എങ്ങനെയാണ് കഴിയണം നമുക്കറിയാലോ. ആ ഒരു സൗകര്യത്തിൽ അച്ഛനവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെയാണെങ്കിൽ എനിക്കിഷ്ടമല്ല ഇപ്പം അങ്ങോട്ട് അച്ഛനെ കൊണ്ടുപോകാനായിട്ട്. എൻ്റെ അച്ഛനെ പോലെ തന്നെ എനിക്ക് നോക്കാൻ പറ്റും, പക്ഷേ ഇത്രയും സൗകര്യത്തിൽ കഴിയുന്ന അച്ഛന് നമ്മളടുത്ത് വന്നാൽ നിൽക്കാൻ പറ്റില്ല. ഇനി എന്താന്ന് വെച്ചാൽ ചേട്ടൻ ആലോചിച്ച് തീരുമാനിക്കും. ഇതാണ് അച്ഛൻ അവിടെ നടന്നത്. അല്ലാതെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇഷ്ടമില്ലഞ്ഞിട്ടല്ല. പിന്നെ അന്ന് ഞങ്ങളുടെ ബാത്റൂമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോഴാണത് ശരിയാക്കിയത്. പിന്നെ അവിടെ നിൽക്കുന്ന സൗകര്യമൊന്നും അച്ഛന് ഇവിടെ ഉണ്ടാവില്ല. ചേട്ടൻ നോക്കിയേ, അച്ഛനാകെ നിന്ന് വിറയ്ക്കണം. അച്ഛന് വിശക്കണുണ്ടോ? ആ മോളെ, 2 ദിവസമായി ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ട്. ചേട്ടാ അച്ഛനകത്തോട്ടിരുത്ത്, ഞാൻ എന്തെങ്കിലും പോയി ഉണ്ടാക്കാം. അച്ഛൻ കയറി ഇരിക്കട്ടാ. അച്ഛൻ പറ.